ഖുമൈനി അമേരിക്കയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അതിസമ്പന്നമായ വിമാനവാഹിനി കപ്പലുകളും മറ്റു യുദ്ധക്കപ്പലുകളുമുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഏത് കപ്പലിനെയും തകർക്കുന്ന ഇറാന്റെ വജ്രായുധം അത് വളരെ വേദനാജനകം തന്നെയായിരിക്കും. അത് ഞങ്ങളുടെ കയ്യിലുമുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഇറാൻ അമേരിക്ക ചർച്ചയുടെ രണ്ടാം ഘട്ടം നടന്നു. ചർച്ചക്കൊടുവിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് ഭാവിയിൽ ആണവ കരാറിലെത്താൻ സഹായിക്കുന്ന ക്രിയാത്മക ചർച്ചകൾ നടന്നുവെന്നാണ്. അതിനർത്ഥം ഇതുവരെയും ചർച്ച ലക്ഷ്യം കണ്ടില്ല എന്ന്, ഇനിയും മൂന്നാം ഘട്ട ചർച്ച വരാനിരിക്കുന്നുവെന്ന്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയും അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുതിയ കരാറാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന നിബന്ധനകൾ കരാറിൽ ഉൾപ്പെടുത്തണമെന്നും അമേരിക്ക നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്കും അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾക്കും മേലുള്ള വിലക്ക് നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത് നടന്നാൽ മാത്രമേ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ കരാറുകൾ നടപ്പിലാകൂ എന്ന് അവർ വാദിക്കുന്നു. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളർ വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചും ധാരണകൾ വേണം. അതും ഇറാന്റെ ശക്തമായ ആവശ്യമാണ്. അതേസമയം അമേരിക്ക ശക്തന്മാരായ യുദ്ധക്കപ്പലുകൾ അയച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ തങ്ങളുടെ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ച അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. യുദ്ധക്കപ്പലുകൾ തകർക്കുന്ന ഡ്രില്ലുകളും അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ എത്രയൊക്കെ ആയിട്ടും വില്ല് കുലച്ചു വന്ന അമേരിക്ക തൊടുക്കാതെ നിൽക്കാൻ ചൈന കാരണമാവുന്നുവെന്നാണ് കേൾവി. ചൈനയുടെ സാറ്റലൈറ്റുകൾ ഇറാന് വളരെ മികച്ച സഹായം നൽകുന്നുണ്ടത്രേ. ഇറാൻ വികസിപ്പിക്കുന്ന ഡ്രോണുകൾക്കും മിസൈലുകൾക്കും കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താൻ ചൈനീസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനമായ ബൈഡു സഹായിക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ചൈന നൽകുന്ന കൃത്യതയാർന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ അളന്നു മുറിച്ച് ആക്രമിക്കാൻ ഇറാൻ സഹായകമാകും. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കാനായി പറന്നുയരുമ്പോൾ തന്നെ ആ വിവരങ്ങൾ ചൈനയ്ക്ക് ഇറാന് കൈമാറാനും സാധിക്കും. ഡ്രോണുകളെയും മിസൈലുകളെയും ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിപ്പിക്കാൻ ചൈനയുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇറാനെ സഹായിക്കും എന്നുള്ളത് അമേരിക്കയെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഒരു വിമാനവാഹിനി കപ്പൽ ഇറാൻ മുക്കിയാൽ അമേരിക്കയ്ക്ക് അത് ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീതിയും.